ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ആസ് യൂഷ്വൽ ഓഫീസിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ നടന്നിട്ടാണ് പോകുന്നത്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതേ ഒരു മാസ്ക് വെച്ചിട്ടുണ്ട്, ലൈറ്റായിട്ട് ഒന്ന് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് മുഖത്തൊരു കുരു കണ്ടത് കേട്ടോ. അപ്പോൾ അതെന്ന് വെച്ചാൽ എനിക്ക് ശ്രദ്ധിച്ച് നോക്കി. അപ്പോൾ നമ്മൾ ക്യാമറ ഒക്കെ എടുക്കുമ്പോഴാണല്ലോ അതൊക്കെ ശ്രദ്ധിക്കാം. ഒരു പൊട്ട് തൊട്ടിട്ടുണ്ട്, ജസ്റ്റ് കണ്ണിൻ്റെ മുകളിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ചെറുതായിട്ട് ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു മാസ്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നടക്കുന്ന ഒരു വഴിയാണ് കേട്ടോ. ഇത് ഏകദേശം നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന ഒരു ഏരിയയാണ്. നമ്മുടെ വീടിൻ്റെ ഏകദേശം ആ ഒരു ഏരിയയിലുള്ള ഭാഗം തന്നെയാണിത്. അപ്പോൾ ഈ ഭാഗമൊക്കെ ആരെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ എങ്ങാനും പരിചയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് എനിക്ക് ഇന്നും ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ പരിചയമുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരെ കാണാനൊക്കെ സാധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറ്റുന്നിടത്തോളമൊക്കെ അവിടുത്തെ എന്തെങ്കിലും വേണ്ടി പറഞ്ഞിട്ടൊക്കെയാണ് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാം. അങ്ങനെ ഇതാണ് നമ്മുടെ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജംഗ്ഷനിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുന്നു. ആ ബ്രിഡ്ജിൻ്റെ താഴെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ബസ് കിട്ടിയത്. പെട്ടെന്നൊന്നും ഇപ്പോൾ ബസ്സൊന്നും കിട്ടാറില്ല. പിന്നെ ഈ സ്കൂൾ ടൈം, കോളേജ് ടൈം, ഓഫീസ് ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ബസ് ഉണ്ടാവുകയില്ല. കിട്ടുന്ന ബസ്സാണെങ്കിലോ സീറ്റും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതേ ഇരുന്നത് ഒരു നമ്മുടെ എൻജിൻ സീറ്റില്ലേ, അവിടെ ആട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. കണ്ടില്ലേ, നല്ല മരവും ചെടികളും ഒക്കെ പൂത്തെളിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ സ്വന്തം നാടാണിത്. അപ്പോൾ ഈ നാട് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയപ്പോൾ കുറച്ച് കുട്ടികൾ ഇങ്ങനെയൊക്കെ കളർ കോഡൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിച്ചപ്പോൾ അവരുടെ സെൻഡ് ഓഫ് ആണെന്നൊക്കെ അറിയാനാണ് സാധിച്ചത്. പിന്നീട് അങ്ങനെ ഞാൻ ഓഫീസിലെത്തിയപ്പോൾ ഒരുപാട് ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ നമുക്ക് ചെറിയൊരു കല്യാണം ഉണ്ടായിരുന്നു. നമ്മളുടെ സാറിൻ്റെ ഫാമിലി ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണമായിരുന്നു. അതിന് നമ്മൾ ജസ്റ്റ് പോയി, നമ്മൾ സ്റ്റാഫുകളൊക്കെ ഓരോരോ സെക്ഷനായിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഫുഡ് കഴിക്കലും പെട്ടെന്ന് ഇങ്ങോട്ട് പോരലുമായിരുന്നു കേട്ടോ. അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ള കല്യാണമായിരുന്നു. ഈ കല്യാണം ഉള്ള പെൺകുട്ടിയുടെ ഹസ്ബൻഡ് വീട്ടുകാർ അഫ്ഗാനികളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ നല്ല ഗ്രാൻഡായിരുന്നു. അഫ്ഗാനി സ്റ്റൈലുള്ള ഫുഡ് ഐറ്റംസ് ആയിരുന്നു. ഇതായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കണ്ടില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അഫ്ഗാൻ മന്തിയും പിന്നെ സാലഡ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതിനുശേഷം നമുക്കിതേ ഇങ്ങനെയുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനെ നിങ്ങൾ എന്താണ് പറയുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇവിടെ പറയുന്നത് അഫ്ഗാൻ ഗുലാബ് ജാമുൻ എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ മൊത്തം ലൈവ് കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. സ്നാക്സൊക്കെ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. കഴിക്കാൻ പറ്റുന്നവർക്ക് മാക്സിമം എത്ര വേണമെങ്കിലും കഴിക്കാനൊക്കെ സാധിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ 3 പേരുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്റ്റാഫുകളാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ അത് പറയാൻ മറന്നു, എനിക്ക് ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് വീഡിയോ എടുക്കാൻ ജസ്റ്റ് മറന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ 4 റോൾ ഷവർമ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മെയിൻലി വാങ്ങിക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയത്തിക്ക് തലേന്ന് ചിക്കൻ കഴിക്കാൻ എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് ഫേവറേറ്റ് ആണ് ഈ ഷവർമ. അപ്പോൾ 4 ഷവർമ റോളും വാങ്ങിച്ചു. അതേപോലെ തന്നെ നമ്മൾ ഒരു കട്ടൻ ചായ ഇട്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിക്കട്ടെ. അപ്പോൾ അതിൻ്റെ കൂടെ ആസ് യൂഷ്വൽ കിട്ടുന്നത് പോലെ തന്നെ ഉപ്പിലിട്ട മുളകും കുക്കുംബറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അവൾക്കാണ് മെയിൻലി ഈ ഷവർമയോട് കൂടുതൽ താല്പര്യം. അപ്പോൾ 4 റോൾ ഞാൻ വാങ്ങിച്ചതിൽ അമ്മ, അച്ഛൻ, അനിയത്തി, ഞങ്ങൾ 4 പേരും കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നില്ല. സോ അച്ഛന് വേണ്ടിയിട്ട് നമ്മൾ ഷവർമ എടുത്തു വെച്ചു. അങ്ങനെ നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ട്, അപ്പോൾ കഴിക്കാൻ മോളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആർക്കും അങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കാനൊക്കെ ടൈം ഒരു ചെറിയ രീതിയിൽ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മോളെ വെച്ചുകൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് മോളെ പിടിച്ചിരിക്കുന്ന ടൈം കൊണ്ട് പെട്ടെന്ന് കഴിച്ചു തീർത്തു. എനിക്ക് വലിയ രീതിയിലൊന്നും എൻജോയ് ചെയ്ത് കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കഴിച്ചിടത്തോളം വലിയ കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു കഴിപ്പാണെങ്കിൽ പോലും ആ വിശപ്പിൻ്റെ പുറത്തോ എന്തോ നല്ല ടേസ്റ്റ് തോന്നി. ഒരുപാട് നേരം ഇരുന്നിട്ടാണ് സാധാരണ ഞാൻ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കഴിക്കാറ്. എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാറുള്ളൂ. പക്ഷേ ഇന്ന് അവൾ കഴിക്കാനുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് തന്നെ കഴിച്ച് എണീക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത്യാവശ്യം വേർത്തായിരുന്നു കേട്ടോ. നമ്മുടെ പൈസയ്ക്ക് വേർത്തായിട്ടുള്ള ഒരു റോളായിരുന്നു. അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ഇട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ ഈ ഇതാക്കി ചിക്കിയിട്ടുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കറിയാവുന്ന കാര്യമില്ലേ. അതൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. മയണൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ വിശപ്പൊക്കെ ഉള്ളപ്പോൾ അത്യാവശ്യം
ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കഴിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ അവളുടെ കഴിക്കലും കഴിഞ്ഞു, നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഞാനൊന്ന് ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളെ കുളിയും കാര്യങ്ങളും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് നമ്മൾ ഷാർമ കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ മുടി അഴിച്ചിട്ടിട്ട് കുറച്ച് നേരം മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ ഒട്ടുമിക്ക ടൈമിൽ ചൂടെന്നല്ല, പൊതുവേ ഞാൻ മുടി വാരി കെട്ടി മുകളിലേക്ക് വാരിയിട്ട് ഈ പുട്ടപ്പ് ഇടില്ലേ, നമ്മുടെ ക്ലിപ്പ് ഇട്ട് വയ്ക്കില്ലേ, അങ്ങനെ ഇട്ട് വയ്ക്കുക കേട്ടോ ചെയ്യുക. എനിക്കതാണ് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയായിരുന്നു മെയിനായിട്ടുള്ള വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസ് ഞാൻ പകൽ ടൈമിൽ എടുത്ത് കൂട്ടിയിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണണേ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് ചൂടത്തൊക്കെ ഭയങ്കര ചൂടത്തായാലും തണുപ്പത്തായാലും എനിക്ക് ഇത് ഇങ്ങനെ കെട്ടിയിട്ടില്ലെങ്കിൽ ഈ മുടി ഭയങ്കര ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഇതിലേത് ഫോട്ടോയാണ് നല്ലത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മെയിനായിട്ടുള്ള ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഞാൻ ഒട്ടുമിക്ക ടൈമിൽ ഇത് തന്നെയായിരിക്കും എൻ്റെ ഹെയർ സ്റ്റൈൽ. പിന്നെ ഇപ്പോൾ ഞാൻ മെയിൻലി ഇടുന്ന ഫുൾ ടൈം യൂസ് ചെയ്യുന്ന ഒരു എനിക്ക് കംഫർട്ടായിട്ടുള്ള വേറാണ് കേട്ടോ ഈ നൈറ്റി എന്ന് പറയുന്നത്. ആഫ്റ്റർ ഡെലിവറി എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതായിരിക്കും ഏറ്റവും കംഫർട്ടായിട്ടുള്ള വെയർ. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള വെയർ ഏതാണെന്നുള്ള ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽസ് ആൻഡ് ഓൾസോ പ്ലീസ് ലൈക്ക് ആൻഡ് ഡു ഷെയർ. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.